ഒരു കൊലപാതകം എവിടെയെങ്കിലും കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥൻ എത്ര ട്രാൻസ്ഫറായി എത്ര അകലത്തിൽ പോയാലും അത് വന്ന് പ്രോസിക്യൂഷന് സഹായിച്ച് അയാളെ ശിക്ഷിച്ച് അകത്താക്കുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, നിയമപരമായ ഉത്തരവാദിത്വമുണ്ട്. കേരള പോലീസിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലുള്ള ആളെ വെട്ടിക്കൊല്ലുന്ന ആളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി 90 ദിവസത്തിനകം ചാർജ് കൊടുത്താൽ അയാൾ ട്രയലിൽ കിടന്ന് അയാൾ ജയിലിൽ അതുവരെ ട്രയൽ തീരുന്നിടം വരെ ജയിലിൽ കിടന്നോളൂ. കാരണം ഇയാൾക്കെതിരായിട്ട് വരുന്ന സാക്ഷികൾക്ക് ആ ഭയമില്ലാതെ മൊഴി കോടതി പറയാൻ പറ്റും. ജാമ്യത്തിരിക്കുന്ന പ്രതികൾ നിർദാക്ഷിണ്യം മറ്റവരെയും കൊല്ലാൻ ശ്രമിക്കും, ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഹോം ഡിപ്പാർട്ട്മെന്റും പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലെ എവിടെ ഏതൊരാളെ കൊന്നാലും ശരി, രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ വൈരാഗ്യം മുഖേനയോ അല്ലെങ്കിൽ ഡ്രഗ്സ് മുഖേനയോ അങ്ങനെ ഏത് കൊലപാതകം ഒരാളുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ ആ ആളെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ ശിക്ഷിപ്പിച്ച് ജയിലിൽ 20 വർഷം വിടാനുള്ള ഉത്തരവാദിത്വം ആ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതിനിടയ്ക്ക് ചിലപ്പം പൊളിറ്റിക്കലായിട്ടൊക്കെ പല ട്രാൻസ്ഫറും വരാം, ചിലപ്പം കാസർഗോഡ് പോയെന്നും വരാം. ആ കേസിന്റെ ട്രയൽ സമയത്ത് കോടതിയിൽ അഡ്വക്കേറ്റിന്റെ ഒപ്പം പ്രോസിക്യൂഷൻ വക്കീലിന്റെ ഒപ്പം വന്നിരുന്ന് പ്രതികളെ ശിക്ഷിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ചാർജ് വിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ്. അങ്ങനെയല്ല. ഒരു കേസ് എടുക്കുന്ന ഒരാൾ അന്വേഷണം ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പെങ്ങാനും ട്രാൻസ്ഫർ ആയി പോയാൽ അത് കൊടുക്കുന്ന ആളുമായിട്ട് സഹകരിച്ച് അടുത്തിരുന്ന ആളുകൾ കൃത്യമായ കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി ഇങ്ങനെയുള്ളവന്മാർക്ക് 20 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കേണ്ടത് ആ കേസെടുത്ത ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണ് കരമനയിലുണ്ടായ അനന്തു വധക്കേസിലെ 2 പ്രതികൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വളരെ കൂളായിട്ട് വന്ന് ഒരാളെ കൊല്ലുന്നത്? എന്തു പറ്റി അനന്തു കേസിന്? കേരളത്തിലെ പല കേസിലും രാഷ്ട്രീയമായും സ്വാധീനം ഉപയോഗിച്ച് കേസിലെ പ്രതികളെ വിട്ടുപോകുന്ന പല ചരിത്രങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം നമ്മൾ കണ്ടു. ഈ കേസിലെ പ്രതികൾ 3 പേരുണ്ട്, ഒരാൾ കാറിലിരുന്നുണ്ട്, 4 പേരുണ്ട്. 4 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിനി മരണം വരെ പുറലോകം കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോലീസിന്റെ കൺട്രോളിൽ, ലോ ആൻഡ് ഓർഡറിൽ കൺട്രോളിൽ ആ സമൂഹത്തെ നിർത്താൻ ഒക്കുള്ളൂ. അത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു ആ കൊലപാതകം കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, ലൈവായിട്ട് കണ്ടു. എന്തായാലും ഇതുപോലെയുള്ള ക്രിമിനലിനെ ഒന്നും നമ്മുടെ സമൂഹത്തിനോ ആ കുടുംബത്തിലെ മാതാപിതാക്കൾക്കോ ആവശ്യമില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള മർഡറുകൾ തടയണം. ഈ പ്രതികൾ ഇനി പുറം ലോകം കാണരുത്. അവരെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, മറ്റ് 2 പേരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും DCP ജിതിൻ രാജ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കേസിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സാക്ഷികളെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കണം. 90 ദിവസത്തിനകം ട്രയൽ തുടങ്ങണം. കാരണം സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം. പ്രതികളും പ്രതികളുടെ കൂടെ നടക്കുന്ന മറ്റ് ക്രിമിനലുകളും സാക്ഷികളെ പോയി വരട്ടിയാണ് പലരും കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏതായാലും ഒരു ധാർമ്മിക വശം നമുക്കുണ്ട്. ആ പട്ടി കുരച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ധാർമ്മിക വശമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുത്. അത് തടയാനുള്ള സംവിധാനം കേരള പോലീസും അതുപോലെ അതിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും അത് ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.